ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സായം സന്ധ്യയിൽ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രമിക്കുവാൻ വലിയവനായ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 രാത്രികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ശക്തമായി ദേശത്തോട് സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന രാത്രികാലമായി തീരുവാൻ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചുറ്റുപാടുകളിൽ ഇരുന്നു കൊണ്ട് തിരുവചനം ശ്രവിക്കുന്ന ദൈവമക്കൾ, മനോഹരമായ ഗാനങ്ങൾ പാടുന്ന നമ്മുടെ അഡ്വന്റ് വോയിസ് തിരുവല്ല, എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പാസ്റ്റർ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ അവർ നന്നായിട്ട് പാട്ടുകൾ പാടുന്നു. തന്നെയുമല്ല, ഇപ്രാവശ്യം നമുക്ക് കീബോർഡ് വായിക്കുവാൻ ഒരു പുതിയ വ്യക്തിയാണ് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അജിന്ത് എന്നാണ്. തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഞാൻ കൺവെൻഷൻ യോഗത്തിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മറ്റുള്ള കീബോർഡ് വായിക്കുന്ന സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുവാൻ ഞാൻ ഇടയായി തീർന്നത്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം കീബോർഡൊക്കെ വായിച്ചതിന് ശേഷം ഒരു നോട്ട്ബുക്ക് തുറന്ന് ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കീബോർഡിസ്റ്റ് പ്രസംഗം കുറിച്ചെടുക്കുന്നത് ഞാൻ കണ്ടത്. അന്ന് എനിക്ക് അദ്ദേഹത്തോട് താല്പര്യം തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിച്ചു. ഈ കൺവെൻഷനിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് കീബോർഡ് വായിക്കുന്നു. പാസ്റ്റർ മാത്യു നല്ല അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അജിന്ത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം CSI സഭയുടെ അംഗമാണ്. അനേക ഇടങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവദാസനെ കർത്താവ് കരങ്ങളടിക്കുന്നു. എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. രാജൻ സാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെ ത്യാഗം സഹിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളിവിടെ കടന്നു വന്നു, ഈ യോഗത്തിൽ സംബന്ധിച്ചു, പ്രാർത്ഥിച്ചു. തന്നെയുമല്ല, ഈ ചുറ്റുപാടുകളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെയൊക്കെ മുഖങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾ കടന്നു ചെന്ന ഭവനങ്ങളിലൊക്കെ ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ച ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്ന്, ഭക്ഷിപ്പാൻ ആഹാരമൊക്കെ തന്ന് ഞങ്ങളെ സ്വീകരിച്ച അവരെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവസമൃദ്ധിയായിട്ട് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷൻ യോഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്, നാം എല്ലാവരും നിത്യ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഇത് മുഖാന്തരം കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം എന്ന വിഷയം. എന്ന് പറഞ്ഞാൽ ആരാധനയും നമ്മുടെ നിത്യജീവനും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഒരു വേദഭാഗം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. പാസ്റ്റർ ജോമോൻ ജോസഫ് മൈക്കിലൂടെ വായിക്കും. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. പുറപ്പാട് 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. നീയോ ഇതുവരെ കേട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ സുപ്രധാനമായ വാക്യമാണ്. ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പ്രദേശത്തെ വീടുകളൊക്കെ എൻ്റെ കൂടെ പ്രിയമുള്ള ബാവുച്ചായൻ വളരെ എടുത്തു പറയേണ്ടുന്ന വ്യക്തിത്വമാണ്. ഇത്രയും ത്യാഗം സഹിച്ച് ഞാൻ പല സഭകളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കടന്നു വന്ന് ഈ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച ബാവുച്ചാനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഭവനങ്ങളിലൊക്കെ കടന്നു ചെന്നപ്പോൾ
പല ഭവനങ്ങളിലും അനേക പ്രിയപ്പെട്ടവർ രോഗത്തിന്റെ അവസ്ഥയിൽ ഭാരപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഇതിന്റെ ചുറ്റുപാടുകളിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരുവാൻ സാധ്യമല്ല, അവർ കിടക്കയിൽ കിടപ്പാണ്. പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ദേശത്തുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ രോഗം, ഹൃദയ സംബന്ധമായ രോഗം, ക്യാൻസർ ആയിട്ടുള്ള രോഗം, ഇങ്ങനെ പലവിധ മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ഈ ദേശത്തുണ്ട്. അവരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഒരു വാക്കില പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ എന്ന്. ഞാൻ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചോട്ടെ. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം നമുക്കറിയാം. 1939 മുതൽ 1945 വരെ ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഘോരമായ യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ഈ രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഒരു സാധു കർഷകൻ അദ്ദേഹത്തിന്റെ കൈവശമുള്ള തുച്ഛമായ ഒരു തുക മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് അയച്ചു കൊടുത്തതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കത്തും കൂടെ എഴുതി. ആ മിഷണറി സംഘടന പ്രസിഡന്റ് ഒരു കത്ത് എഴുതി. ഈ കഴിഞ്ഞ വർഷം വേനൽ വളരെ കഠിനമായിരുന്നത് കൊണ്ട് ഇവിടെ ജലത്തിന് ദൗർലഭ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വിളവ് വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തന്നെയുമല്ല, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും ഇരച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ബോംബ് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പുരയിടത്തിലോ ഞങ്ങളുടെ പ്രദേശത്തോ ബോംബ് വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഈ കത്ത് കയ്യിൽ കിട്ടിയ മിഷണറി സംഘടനയുടെ പ്രസിഡന്റ് കത്ത് വായിച്ചു. അദ്ദേഹം ഈ കർഷകന് ഒരു മറുപടി അയച്ചു. അതിനിങ്ങനെ എഴുതിയിരുന്നത്: നിങ്ങളുടെ പുരയിടത്തിൽ ബോംബ് വീഴരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ഒരുപക്ഷെ ബോംബ് വീണാലും നിങ്ങളെ ദൈവം പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. കത്ത് വായിച്ചിട്ട് കർഷകർ ചിന്തിച്ചു, ഇതെന്തൊരു പ്രസിഡന്റാ? ഞങ്ങൾ ഇത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ ഇങ്ങനെയാണോ മറുപടി എഴുതുന്നത്? ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കർഷകന്റെ പുരയിടത്തിൽ ശക്തമായ ഒരു ബോംബ് പതിച്ചു. പക്ഷേ കർഷകനും കുടുംബത്തിനും ഒരു കേടും വന്നില്ല. എന്നാൽ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ ബോംബ് വീണെടുത്ത് ഈ ഭൂമി പിളർന്ന് ഒരു വലിയ ഗർത്തം ഉണ്ടാകുകയും ആ ഗർത്തത്തിൽ നിന്ന് ഒരു നീരുറവ പൊട്ടി പുറപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. വേനലിന്റെ പ്രസരത്താൽ ഭാരപ്പെട്ട കർഷകന് അടുത്ത വർഷം നല്ല വിളവുണ്ടായി. അദ്ദേഹം ഒരു വലിയ തുക ഈ മിഷണറി പ്രവർത്തനങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി വരുന്നത് ബോംബ് പൊട്ടുന്നത് പോലെയാണ്. ഹല്ലേലൂയ. നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നാം നീറുന്ന വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രികാലം നാം ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഭാരപ്പെടുന്ന രോഗികൾ, നമ്മുടെ ഭവനങ്ങളിൽ ഭാരപ്പെടുന്ന രോഗികൾ, നമ്മുടെ ഇടയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പാസ്റ്റർ ജോമോൻ ജോസഫ് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം മുമ്പോട്ട് കടന്നു വന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വഹിക്കുന്നതായിരിക്കും. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രോഗികളെ വഹിച്ചുകൊണ്ട് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അനേക വ്യക്തി ജീവിതങ്ങൾ ഇടപെടുവാൻ, അനേകരുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകുവാൻ, അനേകരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ശക്തമായി പ്രവർത്തിക്കുന്ന രാത്രികാലമായി തീരുവാൻ. പത്രോസ് ആമേൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഇരുന്നവരോട് വെള്ളിയും പൊന്നും എനിക്കില്ല, എന്നാൽ ഞങ്ങൾ കൊന്നുണ്ട് എന്ന് നാസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നതുപോലെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളെ തൊടുവാൻ, ചില രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ആമേൻ ഇന്ന് രാത്രികാലം വലിയ വിടുതലിന്റെ രാത്രികാലമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ജോമോൻ ജോസഫ് ഈ സമയത്ത് പ്രാർത്ഥിക്കണം.
എല്ലാ കണ്ണുകളും അടയ്ക്കുന്നു, എല്ലാ ഹൃദയങ്ങളും എല്ലാവരുടെയും അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനവും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹായോഗത്തിന്റെ നാലാമത്തെ രാത്രികാലം എളിവർക്ക് ഒരുമിച്ച് എന്റെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരും. ആമേൻ, ആമേൻ. സ്തോത്രം. സ്തുതിക്കുവാനും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആമേൻ. സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. ആമേൻ, ആമേൻ. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരായുള്ളവരെ നിങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ആമേൻ. ദാസന്റെ യജമാനന്റെ കയ്യിലേക്ക്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദാസന്റെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ ആമേൻ, ആമേൻ. ദൈവമായ യഹോവയിലേക്ക് നോക്കുന്നതാണ്. അച്ഛാ, സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുന്നതിനാണ് സ്തോത്രം. സ്തോത്രം, അവിടുന്ന് സ്തോത്രം. ഞങ്ങളോട് മനസ്സറിയുന്നതിനാണ് സ്തോത്രം. സ്തോത്രം, അവിടുന്ന് ഞങ്ങളുടെ സ്തോത്രം. കഴിവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനാണ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്ന വിഷയങ്ങളുടെ നടുവില്, ആമേൻ. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില്, ആമേൻ. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിലേക്ക് ആമേൻ, ആമേൻ. സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. അങ്ങയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു കർത്താവേ. ഭൂമിയിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആമേൻ. ഞായറാഴ്ച വന്നുകൊണ്ട് ഒരു പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുപോലെ ആമേൻ, ഞങ്ങൾ ഈ ആമേൻ. ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ആമേൻ. സമർപ്പിക്കുന്നു കർത്താവേ. രോഗികളായി കഴിയുന്ന, ആമേൻ. ഭാരത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന, ആമേൻ, ആമേൻ. നെടുവേർപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ. ആരോട് പറയുവാൻ കഴിയാത്ത, ആമേൻ. അങ്ങേ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രം, നെടുവേർപ്പെട്ട അവിടുത്തെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഏൽപ്പിക്കുന്നു കർത്താവേ. രോഗികളായി കഴിയുന്ന, ആമേൻ. പകർച്ചവ്യാധിയാൽ ഭാരപ്പെടുന്ന, കർത്താവേ, മാറാത്ത രോഗത്തിൽ കഴിയുന്ന, ആമേൻ. ആരോടും പറയുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ, കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബ പ്രശ്നങ്ങളുടെ നടുവിൽ, ആമേൻ, ദൈവകരങ്ങളിൽ ആമേൻ, പരിഹരിക്കുവാൻ കഴിയാത്ത കർത്താവേ, സ്തോത്രം, സ്തോത്രം, അങ്ങയുടെ സ്തോത്രം, സന്നിധിയിലേക്ക് സ്തോത്രം. ഞങ്ങൾ തരുന്നു. സമർപ്പിക്കുന്നു കർത്താവേ. ഈ ദേശത്തെ തരുന്നു കർത്താവേ. ആമേൻ, ഈ ആമേൻ. ദേശത്തിന്റെ മുഖത്ത് ശബ്ദം പരത്തിക്കൊള്ളുന്നത് കൊണ്ട് കർത്താവേ, ഈ ദൈവവചനത്തെ സ്തോത്രം, ശ്രമിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധ വെച്ചു കൊടുക്കുന്ന ആമേൻ. അവിടുത്തെ ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഏൽപ്പിക്കുന്നു ഞാൻ വാച്ചിന് വഹിച്ചതിനെ സൗഖ്യമാക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, ഈ സ്തോത്രം. വചനത്താൽ സൗഖ്യമാക്കണമേ. അങ്ങേ വചനത്തിലൂടെ വിടുതലയക്കണമേ നാഥാ. പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 ഈ സ്തോത്രം. കൺവെൻഷൻ യോഗങ്ങള് ആമേൻ, പ്രിയപ്പെട്ടവർക്ക് വിടുതലായി തീരുവാൻ ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുതിച്ചുയരുവാൻ തക്കവണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, കർത്താവേ, ആമേൻ, സ്തോത്രം, കുരുടർ സ്തോത്രം. കാണുവാൻ തക്കവണ്ണം, മുടന്തർ നടക്കുവാൻ തക്കവണ്ണം, ആമേൻ, ആമേൻ, സ്തോത്രം. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില് സ്വർഗ്ഗം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗ്ഗം ഇറങ്ങി വരുന്ന രാത്രികാലമാക്കി തീർക്കണമേ. അടികളുടെ നടുവിലേക്ക് ഉലാവുന്ന രാത്രികാലമാക്കി തീർക്കണമേ. കർത്താവേ, സ്തോത്രം, അടികളുടെ അറിയപ്പെടുന്ന രാത്രികാലമാക്കി ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അറിയപ്പെടുന്ന രാത്രികാലമായി തീരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കോട്ടം കൊത്തണമേ. തകർക്കപ്പെടുന്ന രാത്രികാലമാക്കി ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം വചനത്തിലെ വിത്തുകളിലൂടെ വിതയ്ക്കപ്പെടുമ്പോൾ കർത്താവേ, പുതിയ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ അനേകം വ്യക്തി ജീവിതങ്ങളുടെ ആമേൻ, ആമേൻ. ദൈവവചനത്തിന് മുൻപാകെ തുറക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. സഹായിക്കുന്നതിനാൽ സ്തോത്രം. ദേശത്തിലെ കുടുംബങ്ങളെ കരങ്ങളിലേക്ക് തരുന്നു. അടിയുടെ മാതാപിതാക്കളെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം, വാർദ്ധക്യത്തിനായിട്ടുള്ള ആമേൻ, ഏകാന്തതയിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ആമേൻ, 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 ആമേൻ. ദൈവകരങ്ങളിലേക്ക് തരുന്നു. അടിയുടെ യൗവനക്കാരെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം, വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്ന പ്രത്യേക 10ാം ക്ലാസ് പരീക്ഷ, +2 പരീക്ഷ തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഋതുരാജിനെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം, നാളെ സ്തോത്രം, കരങ്ങളിലേക്ക് സ്തോത്രം, തരുന്നു. സ്തോത്രം, ഇതുപോലെ സ്തോത്രം. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ. ആമേൻ, അവരെയൊക്കെ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് തരുന്നത് കൊണ്ട് സ്തോത്രം. സ്തോത്രം. അവർ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാ സ്തോത്രം. സ്തോത്രം കർത്താവേ. അടിമകളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആമേൻ, ആമേൻ. വിടുതൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അയച്ചത് കൊണ്ട് സ്തോത്രം. സ്തോത്രം, സ്തോത്രം. പ്രത്യേക രാത്രികാല വചനത്തിന് മുൻപാകെ നിൽക്കുന്ന ദാസനെ കരങ്ങളിൽ തരുന്നു. സമർപ്പിക്കുന്നു കർത്താവേ. ദൈവാത്മാവ് പ്രവർത്തിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെട്ടാട്ടെ. ദൈവവചനത്തിലൂടെ വിടുതൽ അയച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. മാനവും മഹത്വവും അങ്ങേക്കുള്ളത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
താഴ്മയോടെ യാചിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവമായ കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത ഷാരോൻ ചർച്ചിലെ പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. വളരെ വേഗം നമുക്ക് തിരുവചന ചിന്തയിലേക്ക് വരാം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. നാം പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നാം വായിച്ചു കേട്ട വാക്യം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ വായിച്ചത്: അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു, നീയോ ഇതുവരെ കേട്ടില്ല. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ചിരിച്ച്, എല്ലാവരും ഗൗരവമായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കാനൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നെ ഇങ്ങോട്ടും നോക്കിയാട്ടെ, അപ്പൊ ശരി വരും. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാട്ടെ. ദൈവസന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലത്ത് ഭാഗത്തെന്നും ബാക്കി പറഞ്ഞേ പ്രബോധങ്ങളുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ആരും നിരാശയോടെ ഇരിക്കരുത്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഇരുന്നാട്ട്. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ് ഒരിക്കല് തന്റെ വീടിന്റെ പൂമുഖത്തെ ചാരികസേരയിൽ കിടന്നുകൊണ്ട് ചില വരികൾ ഇങ്ങനെ കുത്തിക്കുറിച്ചു. അതിങ്ങനെയാണ്: എൻ മനസ്സിന്റെ കോലായിലെ ചാരുകസേരയിൽ ഓരോന്നോർത്തു കിടപ്പു ഞാൻ, ലോകത്തിനൊരു റിപ്പയറിനുള്ള കാലമടുത്തുപോയി, പണി വേഗം തുടങ്ങണം. ശ്രദ്ധിച്ചോ, എന്തിനുള്ള പണി വേഗം തുടങ്ങണം? ലോകത്തിനൊരു റിപ്പയറിനുള്ള കാലം അടുത്തുപോയി, പണി വേഗം തുടങ്ങണം. മതത്തിൻ പുക കൊണ്ടാവാം ആകെ കരി പിടിച്ചുപോയി. മതത്തിന്റെ പുകയേറ്റിട്ട് ഈ ലോകമാകെ കരി പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ചിതൽ തിന്നിട്ടി തട്ടും തൂണും ദ്രവിച്ചുപോയി. ഈ ലോകത്തിന്റെ തട്ടും തൂണും രാഷ്ട്രീയ ചിതൽ തിന്നിട്ട് ദ്രവിച്ചുപോയി. ശാസ്ത്ര കമ്പം കൊണ്ടിതിന്റെ അടിത്തറ ഇടിഞ്ഞുപോയി. ആകപ്പാട നനയ്ക്കുമ്പോൾ റിപ്പയറാലൊന്നുമായിടാ. എത്ര മനോഹരമായ വരികൾ. കുഞ്ഞുണ്ണി മാസ്റ്റർ ദിവസം ജാലികസരെ കടന്നുകൊണ്ട് കുത്തിക്കുറിക്കുകയാണ്. അവിടെ പറയാ, എന്റെ മനസ്സിന്റെ കോലായിലെ ചാരികസേരയിൽ കിടന്ന് ഓർത്ത് കിട്ടത് എഴുതുകയാണ്. ഈ ലോകത്തിനൊരു റിപ്പയറിനുള്ള കാലം അടുത്തു പോയെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ലോകം പാപത്താൽ തകർന്നു കിടക്കുകയാണ്. നാം ജീവിക്കുന്ന ലോകം പാപത്താൽ തകർന്നു കിടക്കുന്ന ലോകമാണ്. ഈ പാപത്താൽ തകർന്നു കിടക്കുന്ന ലോകത്തെ ആർക്ക് പണിയുവാൻ സാധിക്കും? ഇതിനെ റിപ്പയർ ചെയ്യുവാനല്ല, പിന്നെയോ ഇതിനെ പുതുക്കി പണിയുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കെട്ടുകഥകളുടെ കെട്ടഴിക്കുന്ന കുട്ടിപ്പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. പിന്നെയോ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നട്ടം തിരിയുന്ന പാപിക്ക് നഷ്ടപ്പെട്ട സ്വർഗം വാഗ്ദത്തം ചെയ്യുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? ഇത് മനുഷ്യ ജീവിതങ്ങൾക്ക് നേരെ പിടിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടെത്തുവാൻ കഴിയുന്ന കണ്ണാടിയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. പാപത്തിന്റെ ചെളി പുരണ്ട വ്യക്തി ജീവിതങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ സഹായിക്കുന്ന വെള്ളമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അവ പൊന്നിലും ബാക്കി പറഞ്ഞേ വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാ. ഈ തങ്കം കൈവശമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ഉയർത്തി സ്തോത്രം പറയേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ആത്മീയമായി വളർച്ച മുരടിച്ച വ്യക്തി ജീവിതങ്ങൾക്ക് വളർച്ചയ്ക്കുള്ള എല്ലാ പോഷകങ്ങളും നൽകുന്ന പാലാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയാം, ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യ ശരീരങ്ങളെ കീറി മുറിച്ച് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പുറമേ മുറിവുണ്ടാക്കാതെ അവന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി ആന്തരിക പരിവർത്തനം വരുത്തുന്ന വാളാണ് ദൈവത്തിന്റെ വചനം. ഏത് കൊടും പാപിയെയും, ഏത് മദ്യപാനിയെയും, ഏത് ശിലാഹൃദയനെയും, ഏത് കൊടും പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയും അടിച്ചുടച്ച് പണിയുവാൻ കഴിയുന്ന, പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ. യിരെമ്യാവ് 23:29 ഇങ്ങനെ വായിക്കുന്നു. യിരെമ്യാവ് 23:29, എന്റെ വചനം തീ പോലെയും ദൈവത്തിന്റെ സ്തോത്രം. എന്താ വചനത്തിന്റെ പ്രത്യേകത? ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇത് ഏത് വ്യക്തികളെയും ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രികാലം ഈ വചനത്തെ ചുമക്കുവാൻ, ഈ വചനത്തെ പ്രസംഗിക്കുവാൻ, ഈ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ എന്റെ കർത്താവ് എനിക്ക് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്ര പ്രാധാന്യമുള്ളതായിട്ട് തീർന്നിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവനുണ്ട്. അതാരാണ്? കഷ്ടപ്പെടുന്നവന്. ഭ്രഷ്ട് കൽപ്പിക്കുന്ന സമൂഹത്തിൽ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇഷ്ടന്മാരായ സിദ്ധന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടതയുടെ ക്രൂശെടുത്തവൻ, വൃഷ്ടിയും പുഷ്ടിയുമില്ലാത്ത മരുഭൂമിയിൽ കൂടി തന്റെ ഇഷ്ടജനത്തെ മൃഷ്ടഭോജനം നൽകി വഴി നടത്തിയവൻ, നഷ്ടപ്പെട്ട ആടിനെ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ശ്രേഷ്ഠ ഇടയൻ, കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറ്റിയ ശ്രേഷ്ഠ വൈദ്യൻ, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോഴും തന്റെ ഇഷ്ടജനത്തെ വിടുവിക്കുവാൻ കഷ്ടതയുടെ കയ്പുകാടി കുടിച്ചവൻ, ദുഷ്ടനും മോഷ്ടാവുമായവന് പറുദീസ ഇഷ്ടദാനം ചെയ്തവൻ, നിഷ്ഠൂരന്മാരായ ദുഷ്ടന്മാർ മുഷ്ടി ചുരുട്ടി കുത്തിയിട്ട് മൗനം ദീക്ഷിച്ചവൻ, ഫറവോന്റെ ഉരുക്ക മുഷ്ടിക്ക് കീഴിൽ ഇഷ്ടികയുണ്ടാക്കി കഷ്ടപ്പെട്ട ജനത്തെ പുഷ്ടിയുള്ള നാട്ടിലെത്തിക്കുവാൻ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം എന്ന് കൽപ്പിച്ചവൻ. ഈ യേശുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ഈ തിരുവചനത്തിന് നമ്മോട് ചില ദൈവവചന ആലോചനകൾ അറിയിക്കാനായിട്ടുണ്ട്. ഈ വചനം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, 430 സംവത്സരം ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് അടിമകളായിരുന്നു. ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം മോശയെ നിയോഗിച്ചയക്കുമ്പോൾ ഫറവോന് കൊടുക്കുവാൻ ഒരു വലിയ ദൂത് മോശയുടെ പക്കൽ ദൈവം കൊടുത്തുവിട്ടു. ആ ദൂതിന്റെ സുപ്രധാനമായ സന്ദേശമാണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പുറപ്പാട് പുസ്തകം ഞാൻ അങ്ങോട്ട് വായിച്ചു നോക്കിയപ്പോൾ പല അധ്യായങ്ങളിലും ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാചകമാണിത്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അപ്പൊ ആരാധന സുപ്രധാനമായ ഒരു കാര്യമാണ്. നമുക്ക് ഈ ആരാധനയെ എവിടെയാ കാണാൻ സാധിക്കുന്നത്? സത്യവേദ പുസ്തകത്തിലാണ് നമുക്ക് ശരിയായ ആരാധന കാണുവാൻ സാധിക്കുന്നത്. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് സത്യ ആരാധന വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ഇതിനകത്ത് ആരാധന എന്താണെന്നും, എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും, ആര് ദൈവത്തെ ആരാധിക്കണമെന്നും, എവിടെ ദൈവത്തെ ആരാധിക്കണമെന്നും, എന്ന് ദൈവത്തെ ആരാധിക്കണമെന്നും എല്ലാം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഒരുവൻ എത്രമാത്രം ഈ തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമോ അത്രമാത്രം അവൻ ആരാധനയുള്ളവനായിട്ട് മാറുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ മുഖ്യ കൽപ്പന എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് പ്രിയങ്കരെ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെ ഉള്ള ദൈവമക്കളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കാണ് ആരാധന. നമുക്കറിയാം, യെരൂശലേമിൽ പോയി ആരാധിച്ചിട്ടും തൃപ്തിപ്പെടാത്ത മനസ്സുമായിട്ട് മടങ്ങി വരികയിൽ
തേരിൽ ഇരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്ന ഷണ്ഡന്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് എന്ന് പറയുന്ന തന്റെ ദാസനെ അയച്ച ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ച് അദ്ദേഹത്തെ സത്യ ആരാധനയിലേക്ക് തിരിച്ചുവിട്ടതുപോലെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സത്യവചനത്തിന്റെ പൊരുൾ തിരിച്ച് ആമേൻ ശരിയായ ആരാധനയിലേക്ക് നമ്മെ തിരിച്ചുവിടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ശരിയായ സത്യ ആരാധനയിലേക്ക് മടങ്ങി വരണം. നമുക്കറിയാം ഈ ഭൂമിയിൽ ആദ്യം നിലത്ത് വീണ രക്തം ആരുടെയാണ്? ഒരു സത്യ ആരാധകന്റെ രക്തമായിരുന്നു. അതാരുടെ രക്തമായിരുന്നു? ഹബേലിന്റെ രക്തം. അന്ന് മുതൽ ഇന്ന് വരെ അനേക ക്രൈസ്തവ ഭക്തന്മാരുടെ അല്ലെങ്കിൽ സത്യ ആരാധകരുടെ രക്തം വീണ് ഈ ഭൂമി നനയുന്നുണ്ടെങ്കിലും ജീവരക്തം നൽകിയും ആരാധന നിലനിർത്തുവാൻ പാടുപെടുന്ന ക്രൈസ്തവ ഭക്തന്മാർ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. ഇതെന്താ പാസ്റ്റർ വല്ല കച്ചവടം തുടങ്ങി നിങ്ങൾ ചിന്തിച്ചാണ്? കച്ചവടമല്ല. നോക്കിയ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. ഇതെന്താണ്? നവരത്നങ്ങൾ അല്ലെ? നവരത്നങ്ങൾ കൊണ്ട്, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിലെ ദൂതൻ. നമുക്കറിയാം അദ്ദേഹത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഈ നവരത്നങ്ങൾ കൊണ്ട്. എന്നാൽ തന്റെ പ്രഭയിൽ അഹങ്കരിച്ച്, തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച്, ദൈവത്തോട് മത്സരിച്ച്, ആരാധന കൊതിച്ച് അവൻ ഈ സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ട് കോലങ്കെട്ട പിശാചായിട്ട് മാറിയ ദൂതൻ പിശാചായിട്ട് മാറിയപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? എന്താ മണ്ണ് കൊണ്ടുണ്ടാക്കിയത്? പൊന്നുകൊണ്ട് എന്താ ഉണ്ടാക്കാഞ്ഞത്? പൊന്നുകൊണ്ടുണ്ടാക്കിയ പൊന്നുമോൻ. ഭാഷ തെറ്റിപ്പോയെങ്കിൽ ശ്രമിക്കണം. ഈ പൊന്നുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവൻ അതിന്റെ പ്രഭയിൽ കണ്ണുമഞ്ഞളിച്ച് കോലം കെട്ട പിശാചായി പോയപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ, അതുകൊണ്ട് ഈ മണ്ണുകൊണ്ട്, ഇത് മണ്ണാണെന്നുള്ള ചിന്ത വേണം. ഇതിനകത്ത് വേണ്ടാത്ത ലോകച്ചരക്കുകളൊക്കെ അവൻ എടുത്തണിഞ്ഞ് അവൻ കോലം കെട്ട പിശാചായി നാം മാറുന്നതിന് മുമ്പ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ആമേൻ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവൻ നോക്കിക്കുക, നമുക്കറിയാം ദൂതൻ നഷ്ടപ്പെട്ടു പോയി. ഈ ദൂതന്റെ വഞ്ചനയിൽ കുടുങ്ങി മനുഷ്യവർഗവും നഷ്ടപ്പെട്ടു പോയി. ഈ രണ്ട് കൂട്ടരും നഷ്ടപ്പെട്ടു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആരാധനയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. ദൈവത്തിന് നിർമ്മലമായ ഒരു മണവാട്ടി ആവശ്യമാണ്. ലോകത്തിന്റെ മാലിന്യങ്ങളില്ലാത്ത, ലോകത്തിന്റെ ഏച്ചുകെട്ടലും വെച്ചുകെട്ടലും ഇല്ലാത്ത, ലോകത്തിന്റെ ചപ്പും ചവറും ഒക്കെ വേണ്ടാന്ന് വെച്ച അവൻ നിർമ്മലമായ ഒരു മണവാട്ടിയെ എന്റെ കർത്താവിന് ആവശ്യമാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. ദൈവത്തിന് സ്തോത്രം. ചോദ്യം, എന്താണ് ആരാധന? എന്താ ആരാധന? ഇംഗ്ലീഷിൽ അതിന് വർഷിപ്പ് അല്ലെങ്കിൽ അഡോറേഷൻ എന്ന് പറയും. അതിന്റെ അർത്ഥം വണങ്ങുക, കുനിയുക, നമസ്കരിക്കുക, സാഷ്ടാംഗം പ്രണമിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അതായത് സൃഷ്ടിതമായ ദൈവത്തിന്റെ മുമ്പാകെയുള്ള സൃഷ്ടിയായ മനുഷ്യന്റെ സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. നമ്മുടെ തിരുവചനം പഠിച്ചാൽ പലപ്പോഴും ദൈവസന്നിധിയിൽ പലരും കവിണ്ണ് വീണിട്ടുണ്ട്. അതെന്താ? സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെ സൃഷ്ടിയായ മനുഷ്യന്റെ സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ദൈവശാസ്ത്രത്തിൽ ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്: വർഷിപ്പ് ഈസ് ദി ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദി ഇൻവേർഡ് ഫീലിംഗ് ഓഫ് എ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും സ്തുതികളായും സ്തോത്രങ്ങളായും പുറത്തേക്ക് വരുന്നതാണ് ആരാധന. നമ്മൾ അനങ്ങാതെ കുത്തിയിരിക്കുവാണെങ്കിൽ ഓർത്തോണം, ഉള്ളിൽ നിന്നൊന്നും അരിയടപ്പിടാറുണ്ടോ സിസ്റ്റർ?
അരി അടപ്പിട്ട് അങ്ങോട്ട് തീ വറ്റിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ചൂടങ്ങോട്ട് കൂടി വരുമ്പോൾ ഈ കലത്തിന്റെ അടപ്പ് പതുക്കെ പറയാൻ സ്തോത്രം. ആദ്യം ഒരു സ്തോത്രം പറയും, പിന്നെ പതുക്കെ പതുക്കെ സ്തോത്രം 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 എന്നാവും. പിന്നെ തീയുടെ ശബ്ദം കൊണ്ട് കൂടുമ്പോൾ ഹല്ലേലൂയ തുളച്ച് തൂവി. അപ്പൊ അകത്ത് തീ ഉണ്ടെങ്കിൽ എന്ത് കാണാം? പുറത്ത് ആരാധന കാണാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം നമ്മുടെ വായുടെ സിംബക്കയ്യിൽ ഇട്ട് ഇരിക്കരുത്. അറിയാതെ ചില സ്തോത്രങ്ങൾ, അറിയാതെ ചില സ്തുതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. അപ്പൊ നോക്കിക്കേ, സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെയുള്ള സൃഷ്ടിയുടെ സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. എന്താ ഈ സത്യ ആരാധനയുടെ പ്രത്യേകതകൾ? മത്തായിയുടെ സുവിശേഷം വായിച്ചാട്ട് വസ്ത്രം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടു പോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു പിശാചിനോട് പറയാണ്, സാത്താനെ നീ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ സത്യ ആരാധന എന്ന് പറയുന്നത് എന്താണ്? സത്യ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ആരാധനയാണ് സത്യ ആരാധന. എന്നാൽ ഇന്നോ പലതരത്തിലുള്ള ആരാധനക്കാരെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? എല്ലാവർക്കും ആരാധനയുണ്ടോ? ഉണ്ട്. പണ്ഡിതനും പാമരനും ആരാധനയുണ്ട്, കുബേരനും കുചേലനും ആരാധനയുണ്ട്, ആദിവാസിക്കും പട്ടണവാസിക്കും ആരാധനയുണ്ട്, പരിഷ്കൃതനും അപരിഷ്കൃതനും ആരാധനയുണ്ട്. എല്ലാവർക്കും ആരാധനയുണ്ട്. നിരീശ്വരവാദിക്ക് ആരാധനയുണ്ടോ? നിരീശ്വരൻ പണ്ടെങ്ങോ മരിച്ചു മൺമറഞ്ഞ ദൈവ നിഷേധികളുടെ ആശയങ്ങളെ ആരാധിക്കുന്നു. യുക്തിവാദിക്കും വിപ്ലവകാരികൾക്കും ആരാധനയുണ്ടോ? യുക്തിവാദികളും വിപ്ലവകാരികളും തങ്ങളുടെ ആചാര്യന്മാരെയും നേതാക്കന്മാരെയും ആരാധിക്കുന്നു. ചുരുക്കത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരുണ്ട്, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നവരുണ്ട്, സിനിമ അഭിനേതാക്കളെ ആരാധിക്കുന്നവരുണ്ട്, സ്പോർട്സ് താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ഉന്നത ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ആരാധിക്കുന്നവരുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നവരെ ആരാധിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ ആരാധിക്കുന്നവരുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വേദിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. ഇപ്പൊ അവിടുത്തെ ഒരു മന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വാഗതം ചെയ്യുന്ന അദ്ദേഹം ഞാനേക്ക് പറയുന്നത്, നമ്മുടെ ആരാധ്യനായ മന്ത്രി വന്നിട്ടുണ്ട്. എത്ര വിവരക്കേടാണ് ഈ പറയുന്നത്. ആരാധ്യനായ മന്ത്രി ബഹുമാനത്തിന് യോഗ്യനാ. മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഏത് കൊലകൊമ്പനായാലും അവർ ബഹുമാനത്തിന് യോഗ്യനാ. പക്ഷേ ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതാരാണ്? നസ്രയനായ യേശു ക്രിസ്തു മാത്രം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, അണ്ടകടാഹങ്ങളെ മെനഞ്ഞവൻ, കാറ്റിനെ തൂക്കി നോക്കുന്നവൻ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലൊരു വഴിയും ഉണ്ടാക്കിയവൻ, ആഴിയുടെ ആഴത്തെ അളക്കുന്നവൻ, ആഴക്കടലിന് മീതെ നടന്നവൻ, ആഴക്കടലിലേക്ക് വലയിറക്കിച്ചവൻ, ആഴിയിലെ വെള്ളത്തെ നാഴി കൊണ്ട് അളക്കുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, ആഴിയും ഊഴിയും പൂഴിയും തന്റെ വാമൊഴിയാൽ ഉണ്ടാക്കിയവൻ, വഴിപിഴച്ച് വഴുതിപ്പോയി ഓനയെ വിഴുങ്ങുവാൻ ആഴക്കടലിന്റെ ആഴത്തിൽ അഴകുള്ള മുഴുത്ത മത്സ്യത്തെ എഴുന്നേൽപ്പിച്ചവൻ, പാദം കഴുകിയവൻ, മിഴുതിയിലൊഴിക്കവൻ, മിഴുതിയിലൊപ്പിയവൻ, ഒഴിയ വാതുകളെ ഒഴിപ്പിച്ചവൻ, ഒഴിഞ്ഞ കല്ലറയുടെ ഉടമസ്ഥൻ. ഹല്ലേലൂയ. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വെളിപ്പാട് പ്രവചനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇന്നലെ പാസ്റ്റർ രാജേഷ് ശശിധരനോട് വായിപ്പിച്ചല്ലോ. വെളിപ്പാട് 4:11 വായിച്ചാലോ? കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും, കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും, എല്ലാം അങ്ങയുടെ ഇഷ്ടഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തി കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്. മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ അങ്ങ് സർവ്വവും സൃഷ്ടിച്ചവൻ, എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായത് സൃഷ്ടിക്കപ്പെട്ടതാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ അവിടുന്ന് മാത്രമാണ് യോഗ്യൻ. ഹല്ലേലൂയ. ഈ യേശുവിനെ ആരാധിക്കുവാൻ, ഈ യേശുവിനെ ആമേൻ പ്രസംഗിക്കുവാൻ, ഈ യേശുവിന്റെ സാക്ഷികളായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് നമുക്കൊരു കാരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടാറുണ്ടല്ലോ. എന്താ പാടാറുള്ളത്? ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണം. അങ്ങനെയാണെങ്കിൽ കൈകൊട്ടി ഒന്ന് പാടിയട്ടെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിന് അപ്പം നമുക്ക് ആരാധിപ്പാൻ ഒരു കാരണമുണ്ട് അല്ലേ? കൈകൊട്ടിപ്പാടാനും കാരണമുണ്ട്. എന്താണ്? നമ്മുടെ യേശു. അയ്യോ, ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഉലക മഹാന്മാർ തങ്ങളുടെ കല്ലറകളിൽ ഉറങ്ങുമ്പോൾ, അനേക ഉലക മഹാന്മാരുടെ കല്ലറകളിൽ എല്ലും പുല്ലും പല്ലും ബാക്കിയായപ്പോൾ, അവൻ ലോകത്തിൽ ഒരുവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അതിന്റെ നസ്രയനായ യേശുവിന്റെ കല്ലറയാണ്. അവിടെ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവിടുന്ന് സർവ്വവും സൃഷ്ടിച്ചവൻ, എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടതാകയാൽ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനാണ്. ഇനി നമുക്ക് ഈ ആരാധനയുടെ വിവിധ തലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ആരാധന ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളമാണ്. എന്താണ് ഷർണെ? ആരാധന ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളമാണ്. വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെഹെസ്കേൽ 20:12. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബ്ദങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തു. നല്ല പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന്. ഇനി ശ്രദ്ധിച്ചോണേ, അവർക്കും എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബദുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ ദൈവം ഒരു ആരാധനാ ദിവസം മനുഷ്യന് കൊടുത്തതിനൊരു കാരണമുണ്ട്. എന്താ? ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ അടയാളമായിരിക്കാൻ. എന്താണ് ഈ അടയാളം? അടയാളം ഒരു സംഭവത്തെയോ സത്യത്തെയോ വിളിച്ചറിയിക്കുന്ന ഒന്നാണ് അടയാളം. എന്റെ മൂത്ത മകൾ എലിസബത്തിനെ ശ്രദ്ധിച്ചാൽ ഈ പുരികത്ത് ഒരു നല്ല അടയാളം കാണാം. അത് കൊച്ചുനാളിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കട്ടിലേക്ക് കിടന്നപ്പോൾ എൻ്റെ കൂടെ കട്ടിലേക്ക് കിടന്ന് ചാടി മറിഞ്ഞ് കളിച്ച സമയത്ത് അറിയാതെ നെറ്റി എന്ന് കട്ടിലേൽ മുട്ടി, അവിടെ മുറിഞ്ഞു. ഇന്നും ആ പാടുണ്ട്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു സംഭവത്തെയോ ഒരു വലിയ സത്യത്തെയോ വിളിച്ചറിയിക്കുന്ന ഒന്നാണ് അടയാളം. നാം വേദപുസ്തകം പഠിച്ചാൽ ഈ തിരുവചനത്തിൽ ദൈവം തന്റെ ജനത്തിന് ധാരാളം അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സ്പീഡ് ഒന്ന് വായിച്ചാട്ട് ബസ്സേ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെ. ദൈവം പിന്നെയും നോഹിയോടും പുത്രന്മാരോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഭൂമിയിൽ നിന്നോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും നിന്ന് പുറപ്പെട്ട സകലവുമായി സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ശ്രദ്ധിച്ചോടെ, ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഇനി ഭൂമിയെ നശിപ്പിക്കാൻ ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുന്നു. ദൈവം പിന്നെയും പറയുകയാണ്, നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയായി അടയാളമാവിത്. ഞാൻ എന്റെ വില്ല് അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് ഞാൻ ഭൂമിക്ക് മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിൽ ഞാൻ ഓർക്കും. മതി. അപ്പൊ താഴോട്ട് വായിക്കുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ഈ മഴവില്ല് ഒരു വലിയ അടയാളമാണ്. മഴവില്ല് കാണുമ്പോൾ നമ്മൾ എന്താ ഓർക്കുന്നത്? എന്താ മോനെ അരവിന്ദ് ഓർക്കുന്നത്? മഴവില്ല് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് ഓർക്കും. അങ്ങനെയാണോ? അല്ല. മഴവില്ല് കാണുമ്പോൾ തിരുവചനം വായിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഓർക്കുന്നത് നോഹയുടെ കാലത്ത് മഴവില്ല് ഉണ്ടാക്കിയ ദൈവം. എന്താ കാരണം? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത പെരുകിയപ്പോൾ ദൈവം സർവ്വജഡത്തെയും സംഹരിപ്പാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം ജലപ്രളയം വരുത്തി സകല ജീവജാലങ്ങളെയും സംഹരിച്ചു. എന്നാൽ മനുഷ്യനെ നശിപ്പിക്കുക നിമിത്തം അനുതപിച്ച ദൈവം ഇനി മേലാൽ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തു. അതിന്റെ അടയാളമായിട്ട് തന്റെ വില്ല് മേഘത്തിൽ വെച്ചു. അപ്പൊ മഴവില്ലൊരു വലിയ അടയാളമാണ്. ഒരടയാളം പിടികിട്ടി. ഇനി മറ്റൊരടയാളം നോക്കാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ അയച്ച 10ാമത്തെ വാദം ഏതായിരുന്നു?
കടിഞ്ഞൂൽ സംഹാരം അല്ലെ? സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന, കൊല്ലം കുണ്ടറയല്ല, കുണ്ടറയിൽ തടവറയിൽ കിടന്ന ആമേൻ തടവുകാരന്റെ ആദ്യജാതൻ വരെ, അല്ലെങ്കിൽ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്ന ദാസിയുടെ ആദ്യജാതൻ വരെ കൊല്ലപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങളിലെങ്ങും ഭവനങ്ങളിലെങ്ങും ഒരു ബാധയോ ദോഷമോ ഉണ്ടായില്ല. എന്താ കാരണം? ദൈവം അവർക്കൊരു അടയാളം കൊടുത്തു. എന്താണ് അടയാളം? പുറപ്പാട് 12:13. പുറപ്പാട് 12:13. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ വിട്ട് കടന്നു പോകും. ദൈവത്തിന് ഇങ്ങനെ ധാരാളം അടയാളങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും എന്ത് ചെയ്തു? ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. എന്നാൽ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ, അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അടുത്തു വന്ന് യേശുവിനോട്, ഗുരു, അങ്ങ് ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്താ പറഞ്ഞത്? യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്കൊരു സംശയം, അടയാളം തെറ്റായത് കൊണ്ടാണോ യേശു അങ്ങനെ പറഞ്ഞത്? ഒരിക്കലുമല്ല. അടയാളം തെറ്റായത് കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? യെശയ്യാ പ്രവചനം 7-ാം അധ്യായം വായിക്കേണ്ട 14-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രവചനം പ്രവചിച്ചു. എന്താ? കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാം, അവിടത്തേക്ക് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച സാക്ഷാൽ അടയാളമായവൻ അവരുടെ കണ്ണിന് മുമ്പിൽ നിന്നിട്ടും അവർ വേറെ അടയാളം തിരഞ്ഞതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. ശരിക്കുള്ള അടയാളം ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ അടയാളമായവൻ നസ്രയനായ യേശു ക്രിസ്തുവാണ്. അപ്പൊ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് യെശയ്യാ 7:14 എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ സകല രോഗങ്ങൾക്കും, മനുഷ്യന്റെ സകല ശാപങ്ങൾക്കും, മനുഷ്യന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉള്ള ഏക പരിഹാരം, ഉള്ള ഏക ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് യെശയ്യാ 7:14 ഈ ചികിത്സ കൊണ്ട് സുഖപ്പെടാത്തവൻ പിന്നെ സുഖം പ്രാപിക്കത്തില്ല. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? നസ്രയനായ യേശു ക്രിസ്തു എന്ന ശരിയായ ചികിത്സ കൊണ്ട് സുഖപ്പെടാത്തവൻ പിന്നെ സുഖം പ്രാപിക്കത്തില്ല. അവൻ അവിശ്വാസം എന്ന രോഗത്താൽ നശിച്ചു പോകും. എന്നാൽ ഇനി പറഞ്ഞ ശ്രദ്ധിച്ചോണേ, സർവ്വലോകത്തിലുമുള്ള തന്റെ ജനത്തിന് എല്ലാ കാലത്തേക്കും ദൈവം ഒരു അടയാളം കൊടുത്തു. അതേത് അടയാളമാണ്? യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെഹെസ്കേൽ 20:12. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതില്ല. എനിക്കും അവർക്കും ഇടയിൽ അടയാളമായി തക്കവണ്ണം എന്റെ ശബ്ദങ്ങളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്ന സുപ്രധാനമായ മറ്റൊരടയാളമാണ് ആരാധന എന്ന അടയാളം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബദുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ എന്തിനായി അടയാളം കൊടുത്തത്? എനിക്കും എന്റെ ജനത്തിനും ഇടയിൽ അടയാളമായിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 6 ദിവസം കൊണ്ട് ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം ആഴ്ചവട്ടത്തിന് ഒരു ദിവസത്തെ കൊണ്ട് ഉണ്ടാക്കി. ഇന്നലെ കണ്ടല്ലോ, അതേത് ദിവസമാണ്? 7-ാം ദിവസം. എന്നിട്ട് ആ ദിവസത്തെ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് വേർതിരിച്ചു. മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് നൽകി. നമുക്കറിയാം, സംഹാരകൻ കടന്നു വന്നപ്പോൾ രക്തം പുരട്ടി തന്റെ ജനത്തെ സംഹാരബാധയിൽ നിന്നും ദൈവം പരിപാലിച്ചതുപോലെ ലോക മനുഷ്യരിൽ നിന്നും ദൈവമക്കളെ തിരിച്ചു
തിരിച്ചറിയുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന അടയാളമാണ് വിശുദ്ധ ശബദ ആരാധന എന്ന അടയാളം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബദുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ഇന്ന് ഈ അടയാളമുണ്ടോ? ഇന്ന് ഈ അടയാളം ചുരുക്കമായിട്ടേ കാണുന്നുള്ളൂ, അല്ലെ? ഇന്നലെ പാസ്റ്റർ രാജേഷ് ശശിധരൻ പറഞ്ഞു, ലോകത്തിലുള്ള 32% വരുന്ന ക്രൈസ്തവ ലോകത്തില് ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരടയാളമുണ്ട്, ആരാധന എന്ന അടയാളം. എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന ആരാധന എന്ന അടയാളം. അപ്പൊ ഇന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ആരാധന എന്ന അടയാളം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ നടുവിലാണ് ഞാൻ നിങ്ങളും പാർക്കുന്നത്. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഒരു ശരിയായ വസ്തുത പറഞ്ഞതാണ്. ഇന്ന് ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നാം. പക്ഷേ ഈ പ്രയാസമായിട്ട് തോന്നിയാലും വചനപ്രകാരം നിങ്ങളത് പരിശോധിച്ച് നോക്കിയിട്ട് തീരുമാനമെടുക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്ത ഈ അടയാളം നഷ്ടപ്പെട്ടു പോയത്? യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 26-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബദുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. ആര്? അതിലെ പുരോഹിതന്മാർ. ശ്രദ്ധിക്കണമേ, വചനം പറയുകയാണ്, അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമല്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബദുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തും ദൈവത്തോടും ദൈവവചനത്തോടും മറുത്തു മത്സരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനത്താൽ അനേകർ ദൈവം വച്ചിരിക്കുന്ന അടയാളം നഷ്ടപ്പെട്ടവരായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ചില വലിയ യാഥാർത്ഥ്യങ്ങൾ പറയാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതിന്റെ നേരെ വിപരീതമാണ് ആര് പഠിപ്പിക്കുന്നത്? പിശാച് പഠിപ്പിക്കുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്ന 2:16 വായിക്കുന്ന, യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ പിശാച് എന്തോ പറഞ്ഞു? നിങ്ങൾ മരിക്കയില്ല, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ചോദ്യം, ആര് പറഞ്ഞത് മനുഷ്യൻ വിശ്വസിച്ചു? ഇന്നും ഇത് തന്നെ സംഭവിക്കുന്നത്. ദൈവം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ സ്നാനപ്പെടണം? വിശ്വസിച്ച് സ്നാനപ്പെടണം. അപ്പോൾ പിശാച് എന്തോ പഠിപ്പിക്കും? അങ്ങനെ വിശ്വസിക്കാനൊന്നും പ്രായമൊന്നും ആവേണ്ട കാര്യമില്ല, നേരത്തെ പഠിപ്പിക്കൂ. ശ്രദ്ധിച്ചോണേ, പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോകരുത്. ദൈവം പറയുന്നു, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പൊ മറ്റേ പുള്ളി എന്ത് പറയുന്നു? അതല്ല, യേശുവിനെ കൂടാതെ വേറെയും പുള്ളികളുണ്ട്. ഇങ്ങനെ നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ എന്തെല്ലാം ദൈവം പറയുന്നുവോ അതിന്റെ എല്ലാം നേരെ വിപരീതമായ വഴിയിലൂടെ ലോക മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ അവൻ അടയാളമായിരിക്കാൻ ദൈവം തമ്പുരാൻ തന്റെ വിശുദ്ധ ശബദിനെ മനുഷ്യന് കൊടുത്തു, ആരാധന എന്ന വലിയ അടയാളം. അപ്പൊ എന്റെ ചോദ്യം, എന്തിനാണ് ഈ അടയാളം, വിശുദ്ധ ശബദ് എന്ന് പറയുന്ന അടയാളം ദൈവം മനുഷ്യന് കൊടുത്തത്? 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്റെ ശബദുകളെ വിശുദ്ധീകരിപ്പിൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ. ഞാൻ നിങ്ങളുടെ ദൈവമായ അറിയേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ സത്യ ദൈവത്തെ തിരിച്ചറിയാതെ ആരാധന പറ്റുമോ?
ഇല്ല. ആരെയെങ്കിലും എന്തിനെങ്കിലും ആരാധിക്കാൻ പറ്റത്തില്ല. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞാലേ ആരാധന പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ ധാരാളം ദൈവങ്ങളുണ്ട്, അവതാരങ്ങളുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്, ദൈവങ്ങളെന്നും അവതാരങ്ങളെന്നും പേരെടുത്തിട്ടുള്ളവരുണ്ട്. എന്നാൽ സത്യദൈവമാരാണ്? നമുക്കറിയാം, കൊട്ടാരക്കരൊരു ദൈവം, കൊല്ലത്തൊരു ദൈവം, ആലപ്പുഴയിലെ ദൈവം, അങ്ങനെ ദൈവങ്ങളില്ല അല്ലേ? സത്യദൈവം ഒന്നേ ഉള്ളൂ. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ട് എന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവിടുന്ന് സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവിടുന്ന് മുഖാന്തര സകലവും ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിക്കേ, യേശുക്രിസ്തു എന്ന ഏക കർത്താവ്. 100 ദൈവങ്ങളൊന്നുമില്ല, പിന്നെയോ ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ സകലത്തിനും കാരണഭൂതനായ, സകലത്തിന്റെയും സൃഷ്ടിതാവായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആരെ ആരാധിക്കണം? സകലത്തിനും കാരണഭൂതനായ, സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കണം. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അടയാളമാണ് വിശുദ്ധ ശബദം. തെളിയിക്കാം. പുറപ്പാട് പ്രവചനം 20-ാം അധ്യായം 8 മുതൽ 11 വരെ. കണ്ടു വായിക്കരുത്. ആരും കണ്ടു വായിക്കണ്ട, അത് കാണാതെ വായിക്കേണ്ടതാണ് അല്ലേ? ഞാൻ വായിക്കാം, നിങ്ങളുടെ കൂടെ പറഞ്ഞാൽ മതി. ശബദ നാളിനെ 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള ഒരു വേലയും ചെയ്യരുത്. കാരണം എന്താ? 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബദ നാളിനെ അനുഗ്രഹിച്ച്. ഇതാ പുറപ്പാട് പുസ്തകം 20-8 മുതൽ 11 വരെ പറയുന്ന 10 കൽപ്പനയിലെ 4-ാം കൽപ്പന, വിശുദ്ധ ശബദിനെ കുറിച്ച് പറയുന്ന കൽപ്പന. ഈ കൽപ്പനയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എന്താ? 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടിതാവ്. അപ്പൊ ആരെ ആരാധിക്കണമെന്ന് അറിയില്ലെങ്കിൽ ദൈവത്തിന്റെ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പന വിശുദ്ധ ശബദം പറയുന്നു, സകലത്തെയും ഉണ്ടാക്കിയവൻ ആമേൻ യഹോവയായ ദൈവമാണ്. ഈ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വിശുദ്ധ ശബദ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള അടയാളമാണ്. രണ്ടാമതായിട്ട്, ഒന്നാമത്തെ കാരണം ശരിയായ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം വിശുദ്ധ ശബദിനെ കൊടുത്തു. ഇനി രണ്ടാമത്തെ കാരണം, മനുഷ്യനൊരു സ്വസ്ഥത ആവശ്യമാണെന്ന്. ഇന്ന് വല്ല സ്വസ്ഥതയുണ്ടോ? ഇന്ന് കുടുംബങ്ങളിൽ സമാധാനമില്ല, മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥതയില്ല, മനുഷ്യ മുഖങ്ങളിൽ സംതൃപ്തിയില്ല. കൃത്രിമ മന്ദഹാസങ്ങൾ, ആത്മാർത്ഥത തീണ്ടാത്ത മധുരവാക്കുകൾ, തന്ത്രപരമായ ഹസ്തദാനങ്ങൾ എല്ലാം കാപ്പട്യത്തിന്റെ മുഖംമൂടിയാണ്. എന്റെ ചെറുപ്പകാലത്ത് ഈ ക്രിസ്മസ് കരോൾ ഇറങ്ങുന്ന സംഘങ്ങൾ വീട്ടിൽ വരും. അതിന്റെ ഫ്രണ്ടിൽ ഒരു സഹോദരൻ കാണും. എന്താണ്? മുഖംമൂടിയൊക്കെ വെച്ച് നല്ല പൊളിച്ച വായോടുകൂടി ചിരിച്ചു നിൽക്കുന്ന ഒരു സഹോദരൻ. ഒരുപക്ഷെ അത് പൊക്കി നോക്കിയാൽ 10-ാം ക്ലാസ്സിൽ തോറ്റ, ജീവിതത്തിൽ നിരാശയിൽ കഴിയുന്ന പുള്ളിയാണ്. പക്ഷെ പുറമെ നോക്കി എങ്ങനെ ഇരിക്കുക? നല്ല പൊളിച്ച വായോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, ഒരു ഉന്നതനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: എവരി മാൻ ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. എന്താ മനസ്സിലായി? ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്ന ഓരോ അഗ്നിപർവ്വതങ്ങളാണ്. പുറമേ പുഞ്ചിരി, ഒരു പാട്ടുണ്ടല്ലോ, പുറമേ പുഞ്ചിരിയുടെ, പണ്ടത്തെ സിനിമാ ഗാനം എവിടെ പാടേണ്ടതല്ല. പൂമാലകൾ എറിയുമ്പോഴും ഉള്ളിൽ കുട്ടിപ്പകയുടെ തീജ്വാലകൾ ഉയരുന്നു എന്ന് പി ഭാസ്കരനോ അങ്ങനെയുള്ള നല്ല കവികൾക്ക് അതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. വളരെ മനോഹരമായ അർത്ഥവത്തായ വരിയാണ്. അപ്പൊ ഇവിടെ മനുഷ്യന് സ്വസ്ഥതയില്ല, മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യന് ഒരു സ്വസ്ഥത ആവശ്യമാണെന്ന് ദൈവം കണ്ടതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വിശുദ്ധ ശബദിനെ അവന് കൊടുത്തു. പുറപ്പാട് 31:15 വായിച്ചാട്ടെ. പുറപ്പാട് 31:15. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബദായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. അപ്പൊ നാം 6 ദിവസം നന്നായിട്ട് തിന്നുന്നവരും അങ്ങനെയാണോ?
അല്ല, 6 ദിവസം നന്നായിട്ട് അധ്വാനിക്കുന്നവരും 7-ാം ദിവസം ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരുമായിരിക്കണം. എൻ്റെ ഈ വയറൊക്കെ കാണുമ്പോൾ ആളുകൾ പറയും, എന്നിട്ട് പാസ്റ്റർ ജോയ് മോൻ്റെ വയറ് കൊള്ളാം. അതിന്റെ കാരണം എന്താ? നന്നായിട്ട് അധ്വാനിക്കും, ആവശ്യത്തിനെ കഴിക്കത്തുള്ളൂ, അനാവശ്യമായിട്ട് കഴിക്കുന്നില്ല. വേറെ 24 മണിക്കൂറും ഇങ്ങനെ കഴിച്ചിരുന്ന കുഴപ്പം കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കണം. നാം 6 ദിവസം നന്നായിട്ട് അധ്വാനിക്കുന്നവരും ആമേൻ 7-ാം ദിവസം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരുമായിരിക്കണം. അപ്പൊ ശബദം നൽകിയതിന് രണ്ടാമത്തെ കാരണം മനുഷ്യനൊരു സ്വസ്ഥതയ്ക്കാണ്. എല്ലാ വിശുദ്ധ ശബദിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രിയമുള്ളവരെ ഭാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അവനുണ്ടാകുന്ന സ്വസ്ഥത. ഇന്ന് ഈ സ്വസ്ഥത എല്ലാവർക്കുമില്ല. എന്താ കാരണം? ആമേൻ ബാഗും തൂക്കിക്കൊണ്ട് ഓടുകയാണ്. വിശുദ്ധ ശബദിലും വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും ഒക്കെ പോകുന്ന സഹോദര, നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ദൈവം നമുക്ക് സ്വസ്ഥതയ്ക്കായിട്ടാണ് ഈ ശബദം തന്നിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഈ ശബദം തന്നതിന്റെ മൂന്നാമത്തെ കാരണം ലേവ്യ പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ലേവ്യ 23:3 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദം. എന്തൊരു ശബദ? പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വെറും സ്വസ്ഥത മാത്രമേ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാ. എന്നോട് പലരും പക്ഷേ നിങ്ങൾ ഈ ശബദകാരി ശബദം എന്ന് പറയുന്നല്ലോ, ഇത് ഒരു വെറും സ്വസ്ഥത മാത്രമേ ഉള്ളൂ, ആരാധിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകം എന്ന് പറയുന്നു 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദ. എന്തിനുള്ള ശബദ? സഭായോഗം കൂടേണ്ടുന്ന, ദൈവത്തെ ആരാധിക്കേണ്ടുന്ന വിശുദ്ധ ശബദ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് ഈ വിശുദ്ധ ശബദനെ നൽകിയതിന് 3 കാരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി എന്റെ ചോദ്യം അവിടെ പറയാണ് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥത. അപ്പൊ എങ്ങനെയാ ഒരു ദിവസം വിശുദ്ധമാകുന്നത്? വെറുതെ അങ്ങ് വിശുദ്ധമാകുമോ? ഇപ്പൊ ഞാൻ ഇന്ന് തിങ്കളാഴ്ച രാവിലെ കുത്തിയിരുന്നുകൊണ്ട് പറയുക, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് കൂടി വരാൻ സഹായിച്ചതുകൊണ്ട് സ്തോത്രം കർത്താവേ, വല്ല വിശുദ്ധമാകുമോ? ഇല്ല, അങ്ങനെ വെറുതെ വിശുദ്ധമാകത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം വിശുദ്ധമാകണമെങ്കിൽ ദൈവം അത് വിശുദ്ധമായിട്ട് എന്ത് ചെയ്യണം? വേർതിരിക്കണം. ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാനോ അവരെ വിശുദ്ധമാക്കുവാനോ സാധിക്കത്തില്ല. അന്തരീന്ദ്രിയങ്ങളെ അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ കർത്താവിന് മാത്രമേ എന്തെങ്കിലും വിശുദ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം പലതും വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുന്നത്. ലേവ്യ 27:30. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും അത് യഹോവയ്ക്ക്. അപ്പൊ എന്റെ കയ്യിൽ ദൈവം 1000 രൂപ ഈ ദിവസം വരുമാനം തന്നെങ്കിൽ അതിൽ 100 രൂപ എന്താണ്? വിശുദ്ധമാണ്. ഈ ബാക്കി 900 അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വിശുദ്ധമായിട്ടുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം? നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെ യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. അപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ 10-1 ദൈവത്തിന് വിശുദ്ധമാണ്. ഇനി ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസം എങ്ങനെയാ വിശുദ്ധമായിട്ട് മാറിയത്? ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചത് കൊണ്ടാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചതിനെ നാം സാധാരണ കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ബഹുമാനമുള്ള പാസ്റ്റർ പുറയിരുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ സ്തോത്രം, അനുഗ്രഹിക്കട്ടെ കർത്താവ്. ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ അഹരോനെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും പുരോഗത ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്ക വേണം അഭിഷേക തൈലം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞു. അത് വായിച്ചാട്ട് പാസ്റ്റർ, പുറപ്പാട് 30:31 മുതൽ 33 വരെ. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇത് നിങ്ങളുടെ തലമുറകളിൽ വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അടുത്ത വാക്യം, അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവരെയും
അതിൽ നിന്ന് മനുഷ്യന് കൊടുക്കുന്നവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് അയ്യോ. എന്തോ കാര്യം മനസ്സിലായി? ഈ വിശുദ്ധമായ അഭിഷേക തൈലം അത് പ്രത്യേക കാര്യത്തിനുള്ളതാണ്. അതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ വായിച്ചത് അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് ഉണ്ടാക്കരുത്, അതിനെ മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബദിനെ വിശുദ്ധ ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായി വേർതിരിച്ചു തന്നിരിക്കുമ്പോൾ നമ്മൾ അന്ന് വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും തൊഴിലുറപ്പിനും കച്ചവടത്തിനും വിനോദത്തിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഫേസ്ബുക്കില് ഫോട്ടോ എടുത്തിട്ടിട്ട് ഡേ ഇൻ കോടമ്പാക്കം അത് കണ്ട് നമ്മുടെ വാസ്ത്രന്മാരുടെ അടിക്കുക ഒരു കമന്റ്, നൈസ് പിക്ചർ, ബ്യൂട്ടിഫുൾ. കഷ്ടം പിടിച്ച കാലം. വിശുദ്ധ ദിവസത്തിൽ അവിടെ ഓടമ്പാക്കത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടതാ. വാസ്ത്രം എന്താ കമന്റ് ഇട്ടേക്കുന്നത്? ബ്യൂട്ടിഫുൾ പിക്ചർ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ചതിനെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ചിരുന്ന ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തിൽ നമുക്കൊന്ന് വന്നാലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ദൈവം അല്ല 2:3 ദൈവം 7-ാം ദിവസത്തെ നാം തിരുവചനം പഠിച്ചാൽ ഈ തിരുവചനത്തിൽ എങ്ങും വേറെ ഓരോ ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചതുമില്ല ശുദ്ധീകരിച്ചതുമില്ല. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? തിങ്കളാഴ്ച ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു, 2-ാം ദിവസത്തെ ശുദ്ധീകരിച്ചോ? ഇല്ല. ഓരോ ദിവസത്തെയും അനുഗ്രഹിച്ചതും ശുദ്ധീകരിച്ചതുമില്ല. ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തെ മാത്രമാണ് ദൈവം അനുഗ്രഹിച്ചതും ശുദ്ധീകരിച്ചതും. അതിനെയാണ് ദൈവം വിശുദ്ധ ആരാധനയ്ക്കായിട്ട് വേർതിരിച്ചത്. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹമുള്ള ദിവസമാണത്. എന്താണ് ഈ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? സെറ്റ് ഇറ്റ് apart for holy purposes. വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. സാധാരണ കാര്യങ്ങൾക്കല്ല, വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ച വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നറിയിപ്പ് അപ്പോസ്തലപ്രവൃത്തികൾ 10:15 ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പൊ ദൈവം ശുദ്ധീകരിച്ചതെന്ന വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണമെന്ന് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടാരും വായിക്കരുത്, കാണാതെ വായിക്കണം. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, യഹൂദന്റെ വിശുദ്ധ ദിവസം എന്നല്ല, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അടുത്ത വാക്യം, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വാ ഇങ്ങനെ പറയുന്നു, എന്താ? നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ. ഏതാ വിശുദ്ധ ദിവസം? ശബദിൽ നിന്റെ കാലടക്കി വെച്ച ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും അന്ന് നിന്റെ വേലയ്ക്ക് പോകരുത്, ഭാഗം തൂക്കി നിന്റെ കാര്യാദികളെ നോക്കുകയോ വേണ്ടാത്ത സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ നമുക്കറിയാം, ലോകത്തിന്റെ ഉൽപ്പത്തിയിലാണ് ദൈവം 7-ാം ദിവസത്തെ എന്ത് ചെയ്തത്? അത് ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു. സംശയമുണ്ടോ? എന്താ കാരണം? മലാഖി 3:6 പറയുന്നുണ്ട്, യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്ന് പറഞ്ഞിട്ട്
ആ ജനങ്ങളെ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് നാളെ ഞാനൊന്ന് മാറ്റി പറയുക. അങ്ങനെ പറയുവാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല, വാക്ക് മാറാത്ത ദൈവം. യഹോവയായി ഞാൻ മാറാത്തവൻ. യഹോവ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് തെറ്റത്തല്ല കേട്ടോ. അപ്പൊ പഴയ നിയമത്തെ ദൈവത്തിന് തെറ്റിപ്പോയി കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഞങ്ങൾ ദിവസം ഒന്ന് മാറ്റിപ്പിടിക്കാൻ വചനത്തിൽ വ്യവസ്ഥയില്ലെന്ന്. നമ്മുടെ ദൈവം മാറാത്ത ദൈവം. പല ആളുകളും പറയാറുണ്ട് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ശബദം ലംഘിച്ചിട്ടുണ്ടെന്ന്. കർത്താവിനൊരു കാര്യം പറയാനുണ്ട്. സങ്കീർത്തനങ്ങൾ 89, 34, 35 വാക്യങ്ങൾ. സങ്കീർത്തനം 89, 34, 35 വാക്യങ്ങൾ. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ഞാൻ ദാവീദിനോട് പറയുകയും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം പറയുക, ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് ഒരിക്കൽ പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് ദൈവം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയപ്പാൻ ഫറവോനോട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം ദേശത്തോട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? എല്ലാ കാലത്തും ദൈവവചനത്തോട് ദൈവവചനത്തിന്റെ ആലോചനകളോട് മറുത്ത് മത്സരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനത്താൽ ദൈവം വച്ചിരിക്കുന്ന അടയാളത്തെ നിഷേധിക്കുന്നവർ ഇന്ന് വർദ്ധിച്ചു പരിഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാചകം പിടികിട്ടിയോ? പിശാചിന്റെ പ്രവർത്തനത്താൽ ദൈവം തന്നിരിക്കുന്ന അടയാളം ഞങ്ങൾക്ക് വേണ്ട. ദൈവം തന്നിരിക്കുന്ന അടയാളത്തെ മാറ്റിയിട്ട് അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് ഉണ്ടാക്കരുത് എന്ന് അഭിഷേക തൈലം ഉണ്ടാക്കിയ സമയത്ത് ദൈവം അഹരോനോട് പറഞ്ഞെങ്കിൽ ഇന്ന് ദൈവം തന്നിരിക്കുന്ന അടയാളത്തെ മാറ്റിയിട്ട് അതുപോലെയുള്ള മറ്റൊന്നുണ്ടാക്കി ആരാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച് പരിഹരിക്കുകയാണ്. ഇത്തരക്കാർ ഒരു വലിയ അപകടത്തിലേക്കാണ് മുന്നേറുന്നത്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ദൈവം തന്നിരിക്കുന്ന അടയാളത്തെ കൊള്ളത്തില്ല, അത് ഞങ്ങൾക്ക് വേണ്ട, അത് യഹൂദന് കൊടുത്തതാണ്, അത് കർത്താവ് കുരിശിൽ തറച്ചതാണ്, അത് അനുസരിക്കുന്നവർ ശാപത്തിന് കീഴിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടയാളത്തെ നിഷേധിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നാം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. രാത്രികാലം ഒരു വലിയ മുന്നറിയിപ്പ് ഞാൻ നൽകാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ് ദൈവം തന്നെ ജനത്തിന് കൊടുത്തിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊരു സംഭവത്തിലൂടെ തെളിയിക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 6 വരെ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ്. 1 മുതൽ 6 വരെ. തന്റെ മഹത്വങ്ങളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണിച്ച വീഞ്ഞു കുടിച്ചു. വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ മന്ദിരത്തിലെ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന രാജാവും മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും എന്നിട്ട് അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. മതിവാസേ, തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അവൻ വിചാരങ്ങളാൽ പരവശനായി. അവന്റെ ആരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. എന്തു മനസ്സിലായി? ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വേർതിരിച്ചിരുന്ന ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ബേൽശസ്സറിനുണ്ടായ അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ച് മനസ്സിലായോ? ബേൽശസ്സർ തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. എന്നിട്ട് പുള്ളി അങ്ങ് വീഞ്ഞു കുടിച്ചു.
വീഞ്ഞു കുടിച്ചങ്ങോട്ട് ലഹരി പിടിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ? രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും, നോക്കിക്കേ ഏതൊക്കെ തരത്തിലുള്ള എണ്ണങ്ങളാ ഇതിനകത്ത് കുടിക്കാൻ പോകുന്നത്. വിശുദ്ധ പാത്രങ്ങളില് രാജാവും മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. വീഞ്ഞു കുടിച്ചിട്ടോ അവർ പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു. വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് വീഞ്ഞു കുടിച്ചവന്റെ വീഞ്ഞിറങ്ങി. അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയി. ആരയുടെ ഏപ്പഴിഞ്ഞു. ദേശത്തിലെ കൽദയരെയും ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ശകുനവാദികളെയും കൊണ്ടുവന്നു. എന്തിനാ? എഴുതിയിരിക്കുന്ന എഴുത്ത് വായിക്കാൻ. പക്ഷേ ഒറ്റ എണ്ണത്തിനും വായിക്കാൻ കഴിഞ്ഞില്ല. തമ്പുരാന്റെ എഴുത്ത് വായിക്കാൻ ഏതെങ്കിലും മന്ത്രവാദിക്ക് സാധിക്കുമോ? ഏതെങ്കിലും ആഭിചാരകന് സാധിക്കുമോ? ഏതെങ്കിലും ശകുനവാദിക്ക് കൽദയർക്ക് കഴിയുമോ? ഇല്ല. അവസാനം ദാനിയേലിനെ വരുത്തി. ദാനിയേൽ വന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്. നോക്കി, ഈ 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചോണേ. ദാനിയേൽ എന്താ പറഞ്ഞത്? അവന്റെ മകനായ ബെൽശസ്സറേ. ചോദ്യം, ആരുടെ മകനായ ബെൽശസ്സറേ? നെബൂഖദ്നേസർ രാജാവിന്റെ മകനായ ബെൽശസ്സറേ. ഇതൊക്കെയും അറിഞ്ഞിട്ടും, ചോദ്യം, ഏതൊക്കെ അറിഞ്ഞിട്ടും അപ്പനൊരു കാലത്ത് അഹങ്കരിച്ചു. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് തന്റെ സാമ്രാജ്യത്തെ ഒന്ന് വീക്ഷിച്ച് എന്നിട്ട് പറയുകയാണ്, ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഗധിയ ബാബേൽ അല്ലയോ? നോക്കി, അഹങ്കാരത്തിന്റെ വാക്കുകൾ. ഇത് കേട്ടതും അപ്പൻ എന്തോ പറ്റി? അപ്പൻ കാളയെ പോലെ പുല്ല് തിന്നു. ദാനിയേൽ പറയുക, ഓർപ്പിക്കുക, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. എന്നിട്ടോ കാൺമാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ കൈപ്പത്തി അയച്ച രാജാവിന്റെ ന്യായവിധി രേഖപ്പെടുത്തി. ഇനി പറഞ്ഞ ശ്രദ്ധിച്ചോണം, എഴുതിയിരിക്കുന്ന എഴുത്തോ എന്താണ്? എഴുത്ത് കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ നിന്റെ രാജ്യത്തെ മെണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ നിന്റെ തുലാസിൽ തൂക്കി കുറവുള്ളവരെ കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. വാക്യം 30 വായിച്ചേ പാസ്റ്റർ, ഉറച്ച്. ആ രാത്രിയിൽ തന്നെ ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തമ്പുരാന്റെ ആലയത്തിലെ വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ചിരുന്ന വിശുദ്ധ പത്രങ്ങളെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ബേൽശസ്സറിനുണ്ടായ അനുഭവം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ രാത്രിയിൽ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടെങ്കിലോ രാത്രികാലം ദേശത്തോട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി, ദൈവം വിശുദ്ധ ആരാധനയ്ക്കായി ശുദ്ധീകരിച്ച വേർതിരിച്ചു തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തില് നീ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയാൽ, അതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ പൂരിപ്പിക്കുക, ഞാനൊന്നും പറയുന്നില്ല. ലോക ചരിത്രം പരിശോധിച്ച വാക്കുകളെ ഉപസംഹരിക്കാം. തിരുവചനം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഇന്ന് ഫറവോന്റെ കെട്ടുംപൂട്ടിൽ കിടക്കുന്ന അവൻ പലതിന്റെ കണക്ക് പറഞ്ഞ ഫറവോന്റെ കെട്ടുംപൂട്ടിൽ കിടക്കുന്ന ജനമേ, എന്നെ ആരാധിപ്പാൻ നീ ഇറങ്ങി വാ. ലോകചരിത്രം പരിശോധിച്ചാൽ ലോകചരിത്രത്തിൽ പല മിടുക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. ആര് സത്യത്തെ തകർത്തെറിയുവാൻ ശ്രമിച്ച, ദൈവത്തിന്റെ വിലപ്പെട്ട സത്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അനേകം മിടുക്കന്മാരെ ലോകചരിത്രം കണ്ടിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ എവിടെ? അവരൊക്കെ തമ്പുരാന്റെ തുലാസിന്റെ മുമ്പിൽ ആടിപ്പോയി. അവരൊക്കെ പ്രാണനെ വിട്ട് കൃമിക്കിരയായി പോയി. ചരിത്രത്തിലേക്ക് നോക്കിക്കേ, എത്രയോ മിടുക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്കാരം, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ഈജിപ്തുകാർ, അവരുടെ നേതാവായിരുന്ന ഫറവോൻ, ഇസ്രായേൽ മക്കളെ മുഖം വെച്ച് കെട്ടിയ കാളയെ പോലെ മുഴുവിച്ചവൻ, പീഡിപ്പിച്ചവൻ, അവസാനം ദൈവം ചരിത്രത്തിൽ ഇടപെട്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ കാറ്റിനെ ഉപയോഗിച്ച് വെള്ളം കൊണ്ടൊരു മതിൽ പണിതിട്ട് തന്റെ ജനത്തെ ഉണങ്ങിയ നിലത്തൂടി അക്കരെ കടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ രാത്രിയിൽ അതേ വെള്ളത്തിന്റെ മതിൽ മിസ്രൈമ്യരുടെ മേൽ വീണിട്ട് ഒറ്റ ഒരെണ്ണം ശേഷിക്കാതെ മൊത്തവും ചത്തു പൊങ്ങി. ദൈവജനത്തെ പീഡിപ്പിച്ച ഫറവോനേ, നീ എവിടെ? ദൈവജനത്തെ പീഡിപ്പിച്ച ഫറവോൻ പ്രാണനെ വിട്ട് കൃമിക്കരിയായി പോയി. ഏദോമിനായ ആന്റിപേറ്ററുടെയും ഏദോമിനുടെ സന്തതി പരമ്പരയിൽപ്പെട്ട നെബാത്യൻ വംശജരുടെയും മകനായ ഹെരോദാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹെരോദാവ് കൽപ്പിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ചവെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ഹെരോദാവ്, എല്ലാവിധ കൊടും ക്രൂരതകളുടെയും മൂർത്തിമ ഭാവമായിരുന്ന ഹെരോദാവ് യേശുവിനെ തന്റെ പടയാളികളുമായിട്ട് നിസ്സാരനാക്കി പരിഹസിച്ച ഹെരോദാവ്, ഇന്ന് ഹെരോദാവ് എവിടെ? സത്യത്തെ തകർക്കുവാൻ ശ്രമിച്ച ഹെരോദാവ് ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ രോഗം പിടിപെട്ട് പ്രാണനെ വിട്ട് കൃമിക്കരിയായി പോയി. സത്യത്തെ തകർക്കുവാൻ ശ്രമിച്ചവൻ ലോക ചരിത്രത്തിൽ ഒന്നുമല്ലെന്നായിട്ട് പോയി. തിബരിയാസ് ചക്രവർത്തിയുടെ അടുത്ത ഉപദേശകൻ, കടുത്ത യഹൂദ വിരോധിയായിരുന്ന പീലാത്തോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശു നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകിയിട്ടും പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുവാൻ, ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു. യേശുവിനെ സത്യത്തെ തകർക്കുവാൻ ശ്രമിച്ച, യേശുവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച പീലാത്തോസേ, നീ എവിടെ? യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം മാനസിക നില തെറ്റിയിട്ട് കാണുന്ന വെള്ളങ്ങളിലെല്ലാം കൈ കഴുകി പുള്ളിയുടെ ഊപ്പാട് വന്ന് അവസാനം പ്രാണനെ വിട്ട് കൃമിക്കരിയായി പോയി. സത്യത്തെ തകർക്കുവാൻ ശ്രമിച്ചവർ ഇല്ലാതായി പോയി. കുറുക്കനെ പോലെ അധികാരത്തിലെത്തി, സിംഹത്തെ പോലെ ഭരിച്ച് സ്വന്തം മാതാവിനെ കുത്തി കൊലപ്പെടുത്തി, അനേക ക്രൈസ്തവ ഭക്തന്മാരെ കൊന്നൊടുക്കി, നായെപ്പോലെ മരിച്ച ദുഷ്ടനായ നീറോ എവിടെ? ചരിത്രത്തിൽ ഒന്നുമല്ലാതായി പോയി. പ്രാണനെ വിട്ട് ക്രമിക്കരിയായി പോയി. പ്രിയമുള്ളവരെ, നിരീശ്വരവാദ പ്രസ്ഥാനത്തിലൂടെ സത്യത്തെ തകർക്കുവാൻ ശ്രമിച്ച നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, ദൈവനിഷേധികൾ, അവരുടെ തലവന്മാർ ഇംഗർസോൾ, ലീവാനസ്, വോൾട്ടയർ തുടങ്ങിയ ദൈവനിഷേധികൾ എവിടെ? പ്രാണനെ വിട്ട് കൃമിക്കരിയായി പോയെന്ന തമ്പുരാന്റെ വചനം ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. പ്രിയമുള്ളവരെ, സത്യം സത്യമാണ്. സത്യത്തെ തകർക്കുവാൻ ഒരു ദുഷ്ട പിശാചിനും സാധ്യമല്ല. സത്യത്തെ തകർക്കുവാൻ സാധ്യമല്ല. സത്യത്തിലേക്ക് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാടി വിളിക്കുകയാണ്. വചനം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. രാത്രികാലം എത്ര പേർ തീരുമാനമെടുക്കും? ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട വചനം സത്യ ആരാധനയിലേക്കുള്ള ആഹ്വാനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സത്യം പകൽ പോലെ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ പകൽ പോലെ തെളിവായിരിക്കുമ്പോൾ ആ കണ്ണടച്ചിരുട്ടാക്കാതെ അവർ സത്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാടി വിളിക്കുകയാണ്. ലോക ചരിത്രത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നാം എത്തിയിരിക്കുകയാണ്. പാരമ്പര്യം നോക്കാതെ, കൂട്ടുകുടുംബക്കാരെ നോക്കാതെ, സമൂഹത്തിലെ സ്റ്റാറ്റസ് നോക്കാതെ, എവിടെ അടക്കമെന്നോർത്ത് നീ ഭാരപ്പെടാതെ. ഇന്ന് പലരെയും ഭീഷണിപ്പെടുത്തി എങ്ങനെയാ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് അപ്പനെയും അമ്മയെയും അടയ്ക്കുന്നതിന്റെ കണക്ക് പറഞ്ഞ് ദൈവജനത്തെ കെട്ടുപൂട്ടിലിട്ടിരിക്കുന്ന ഫറവോനേ, നിരത്തിക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തിന് ഒരു കൂട്ടം ജനത്തെ ആവശ്യമാണ്. എന്തിന്? ദൈവത്തെ ആരാധിക്കുവാൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ ദിവസം, വിശുദ്ധ സബത ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളമാണ്. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായി പാട്ടക്കവണ്ണം എന്റെ ശബ്ദങ്ങളെയും ഞാൻ അവർക്ക് കൊടുത്തു. ഈ അടയാളം നമുക്കുണ്ടോ? ചിന്തിക്കുക.
വേദപുസ്തകം ആരും പറയുന്ന കേൾക്കണ്ട. ഈ വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്ന് മനസ്സിരുത്തി മുൻവിധികളില്ലാതെ ഒന്ന് വായിച്ചാൽ ഒരു കാര്യം പകൽ പോലെ വെളിവായി വരും. ആമേൻ. ദൈവത്തിനൊരു ആരാധനയുണ്ട്, ദൈവത്തിനൊരു ആരാധന ദിവസമുണ്ട്. മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ളതല്ല. തമ്പുരാൻ എന്നേക്കും നിലനിൽക്കുന്ന തമ്പുരാന്റെ വചനത്തില് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ആരാധനയുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അവിടെയും അന്ന് ആരാധന. യെശയ്യാ 66 പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സന്തതിയും എന്റെ മുമ്പാകെ നിലനിൽക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പിന്നെ അമാവാസ്യ തോറും ശബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും. ഇവിടെ പറ്റത്തില്ലെങ്കിൽ അവിടെ അങ്ങനെ പറ്റും. ചിന്തിക്കുക, തീരുമാനമെടുക്കുക. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. രാത്രി കാലം എന്റെ വാക്കുകളെ വിസ്മരിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടാൻ ഉള്ള അവസാന അവസരം. നാളത്തെ ദിവസം ശേഷിച്ചെന്ന് വരത്തില്ല. കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനങ്ങൾ, പെട്ടെന്നുള്ള അപകടങ്ങൾ, നിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് ലോകം വിട്ട് കടന്നു പോവുക. എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് കേരളത്തിലെ വാർത്തയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പിക്കുക. തലയ്ക്കടിച്ചു കൊല്ലുന്നു, കുത്തിക്കൊലപ്പെടുത്തുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു, ചവിട്ടിക്കൊല്ലുന്നു, നിലത്തടിച്ചു കൊല്ലുന്നു, ഓടയിൽ എറിഞ്ഞു കൊല്ലുന്നു, ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുന്നു. ഓ, എന്തുവാ ഇത്? മാനസാന്തരപ്പെടാൻ പലപ്പോഴും അവസരമില്ലെന്നോ? രാത്രികാലം എത്ര പേർ തീരുമാനമെടുക്കും? കർത്താവേ, ഈ 4 ദിവസങ്ങളില് ഞാൻ കേട്ട തിരുവചനം, ആമേൻ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളോട് സംസാരിച്ചെങ്കിൽ നല്ല ഒരു തീരുമാനമെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ആരും തീരുമാനമെടുക്കാതെ പോകല്ലേ. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന കർത്താവ്, നമ്മുടെ തീരുമാനത്തെ അറിയുന്ന കർത്താവ്, ഇന്നത്തെക്കാലം കർത്താവിന്റെ എത്ര പേർ തീരുമാനമെടുക്കും? കർത്താവേ, അവിടുത്തെ ആരാധിപ്പാൻ, അവിടുത്തെ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഓക്കെ, വിശുദ്ധ വേദപുസ്തകത്തില് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നാം വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം ഒരു ഗതിയുമില്ല. പിന്നെയോ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കണം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ട് എത്ര പേർ തീരുമാനമെടുക്കും? ഗായക സംഘം പാസ്റ്റർ മാത്യു നമ്മുടെ പാട്ട് പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു പാട്ടുണ്ട്. ശരി, പേടിപ്പെടുത്തുന്ന പാട്ടാ, എന്നാലും നമുക്കത് പാടാം. ചില വരികളൊക്കെ പേടിയുണ്ടാക്കും, എന്നാൽ ദൈവമക്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആ പാട്ടിങ്ങനെയാണ്, വന്നിയെടുവിൻ യേശുപാദം, പാപത്തെ വിട്ട് വരുന്ന ആരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്ന് ഉരച്ച യേശു. ആ യേശു പറയാണ്, വന്നിടുവിൻ. അടുത്ത വരി പേടിപ്പിക്കും, മരണമേ നീനയാ നേരാമേ. പേടിപ്പിക്കുന്ന വരികളാണ്. ഏത് സമയത്ത് ആ മരണം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം അതുകൊണ്ട് ഈ പാട്ടിന്റെ ഈരടികൾ പാസ്റ്റർ മാത്യുവും സംഘവും പാടുമ്പോൾ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്വർഗം സന്തോഷിക്കട്ടെ. തിരുവചനം പറയുന്നു, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഇന്ന് രാത്രികാലം സ്വർഗം സന്തോഷിക്കട്ടെ. പാടാം പാസ്റ്ററെ, വന്നിടുവിൻ. എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മെ തന്നെ സമർപ്പിച്ച Hallelujah, hallelujah.
കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാപത്തെ വിട്ടുവിടുവാൻ കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മെ തന്നെ മുറ്റുമട്ടേൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പസ്റ്റർ ജേക്കബ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് അടിയങ്ങളുടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായതിനാൽ തിരുനാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അടിയങ്ങൾക്ക് അങ്ങേ ആരാധിക്കുന്നതിന് ഒരു ദിവസം തന്നിട്ടുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. അടിയങ്ങളുടെ ദൈവമായ കർത്താവെ, അത് മനസ്സിലാക്കാതെ അടിയങ്ങളുടെ കർത്താവ് വിവിധ രീതിയിൽ ആരാധിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ വരവിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ പോകേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ ആരാധിക്കാതെ അടിയങ്ങൾക്ക് അത് സാധ്യമല്ലെന്ന് നിങ്ങൾ അറിയുന്നു. ആരാധിക്കാൻ ഒരു ദിവസം തന്നിട്ടുള്ളത് കൊണ്ട് അടിയങ്ങൾ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അതിന്റെ ലംഘനം പാപമെന്ന് അടിയങ്ങൾ തിരിച്ചറിയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്നും അടിയങ്ങൾ അറിയുന്നു. അങ്ങനെ അടിയങ്ങള് നിത്യനാശത്തിന് യോഗ്യരായി തീരാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നവരായി അടിയങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ അടിയങ്ങളുടെ കർത്താവെ ശരിയായ രീതിയിൽ ആരാധിക്കുവാൻ തിരുവചനം പ്രഘോഷിച്ച പ്രിയപ്പെട്ട പാസ്റ്റർ ജോയ് മോനെ കർത്താവിന്റെ കരങ്ങളിൽ തിരുവചനം ഘോഷിക്കുവാൻ ഇന്ന് പ്രിയമകനെ കർത്താവ് ഇവിടെ കടന്നു വന്ന കർത്താവിന്റെ മക്കൾക്ക് എല്ലാവർക്കും, ഈ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും, ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്കും ഈ ദൈവിക സത്യം മനസ്സിലാക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിൽ വചനം കേട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ഇടയാകരുത്. അടിയങ്ങൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയം അടിയങ്ങൾക്ക് നൽകിയിരിക്കാൻ തിരുനാമത്തിൽ ഈ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ഒന്ന് പരിശോധിക്കുക. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെയെന്ന് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണെങ്കിൽ അതിനായി കർത്താവ് നിലകൊള്ളുവാൻ എതിരായി നിന്നാലും കർത്താവ് ശക്തി നൽകണമേ. അങ്ങയുടെ മക്കളൊക്കെയും അടികളുടെ കർത്താവെ അങ്ങനെ ശക്തിയോടെ നിലനിന്നവരാകിയാൽ തിരുനാമത്തിൽ മുതൽ വെളിപ്പാട് വരെയും ദൈവമായ കർത്താവ് അടികൾക്ക് നൽകിയിരിക്കുന്നത്. അടികളുടെ കർത്താവെ അങ്ങേ ആരാധിക്കുന്നതിന് ദിവസമുണ്ടെന്നും അടികളുടെ കർത്താവ് അടികളുടെ സൃഷ്ടാവാണെന്നും ആ സൃഷ്ടിയുടെ അടികർത്താവെ സ്രഷ്ടാവായ ദൈവം സൃഷ്ടിച്ചതിന്റെ ഓർമ്മയ്ക്കായി അടികൾക്ക് നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ ശബദമെന്നും ദൈവത്തിന്റെ മക്കൾക്കും ഇടയിൽ അടയാളമായിരിക്കാൻ അടികൾ ഓർത്തുകൊണ്ട് അടികളുടെ ദൈവത്തിന്റെ ഭംഗിയായി യഹോവയാണ് അടികളുടെ ദൈവമെന്ന് അടികളുടെ കർത്താവെ അടികൾ വിളിച്ചറിയിക്കുവാൻ ഈ വിശുദ്ധ ശബദിൽ ദൈവത്തെ ആരാധിക്കുന്നുള്ള കൃപ ദൈവം നൽകുമാറാകണമേ. ഈ തിരുവചനം കേട്ട എല്ലാ ദൈവമക്കളും അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതിനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ അങ്ങയുടെ വചനം അനുസരിക്കുന്നതിനും ഇടയാക്കണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമാകിയാൽ തിരുനാമത്തിൽ കർത്താവെ അങ്ങയുടെ വരവെങ്കിൽ കർത്താവിനെ സന്തോഷത്തോടെ എതിരേൽപ്പാനുള്ള ദൈവ അനുഗ്രഹം അടികൾക്ക് നൽകണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. മരിക്കുന്നതിന് മുമ്പായി അടികൾ കർത്താവിന്റെ ദൈവിക സത്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. മരിച്ചാലും അടികൾ ജീവിക്കേണ്ടതിന് അടികൾ കർത്താവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നവരായി മരിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അടികൾ കർത്താവ് ജീവനുണ്ടെങ്കിൽ അടികൾ കണ്ടിരിക്കുന്നവരെ രൂപാന്തരപ്പെട്ട് ദൈവങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചുറ്റുപാടും വസിക്കുന്ന കർത്താവിന്റെ മക്കളൊക്കെയും തിരുവചനം ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവരും ഒക്കെയും അടികളുടെ കർത്താവെ അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ഇടയാക്കണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കുന്ന അനുഗ്രഹം പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അടികൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ മക്കൾ ഏവരോടും തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വചനത്താൽ അടികൾ കർത്താവിലേക്ക് കടന്നു വരാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും എന്ന് നേരിയിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, വചനം കേട്ട നിങ്ങൾ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.